ഒരു ഉസ്താദരെ ഒരു ഇത് നോക്കിനാ അതിലിങ്ങനെ അയാളുടെ സ്ക്രീൻഷോട്ട് ആക്കി കടത്തത് അതൊക്കെ ചൊല്ലുന്ന വലിയ വിഷയമില്ല 2 മില്യൺ ഓഫർ എന്തൊക്കെ ഖുർആനിൽ ഒരു ആയത്ത് കാട്ടണോല എന്തൊക്കെ ഈദ് മീലാദ് 12 റബീഉൽ അവ്വൽ 12 ഈദ് മീലാദ് ആ ഒരു തീരാചത്ത് ഖുർആനിൽ ഒരു ആയത്ത് കാട്ടിയെങ്കിൽ 2 മില്യൺ ധൈര്യ ഖുർആനിൽ ഇല്ല ഖുർആനിൽ ഒട്ടുമിക്ക ചാൻസ് ഇല്ല കാരണം അണ്ട് നിങ്ങളെ പോലത്തെ സഖാഫിമാരില്ല അന്നത്തെ കാലത്ത് ഖുർആന്റെ കാലത്ത് നിങ്ങളെ പോലത്തെ സഖാഫിമാരില്ല അണ്ട് ഇന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശത്തെ മേൽ പണ്ട് ആയത്ത് അതുപോലെ തപ്പാണ്ട് അയാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഓതി കൊടുത്തോണ്ട് അത് അതേപോലെ കേട്ടിട്ട് പഠിച്ചിട്ട് സഹാബത്ത് ഓതി കൊടുത്തു ആ സഹാബത്ത് അത് കേട്ടതായ സഹാബത്തുക്ക് അങ്ങനത്തെ ഒരു ആയത്ത് കേട്ടിട്ടില്ല കാരണം അങ്ങനത്തെ ഒന്നില്ല റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അങ്ങനത്തെ ഈദ് മീലാദ് ഇല്ല അതുകൊണ്ട് സഹാബത്ത് അങ്ങനെ പുതിയതായിട്ട് അങ്ങ് ചൊന്നിട്ടുമില്ല അതുകൊണ്ട് നിങ്ങളെ ഈ 2 മില്യൺ അത് നിങ്ങൾ ഔത്തുറുൽഗമ മേക്കറു നിങ്ങൾ ഇങ്ങനെ തിരിച്ചു കേൾക്കുക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവമാനത്തിൽ മക്കത്തിലുള്ള ആ കാലം മദീനത്തിലുള്ള ആ കാലം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രാജാവായി തന്നെ ആ കാലത്തിൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തിൽ പിന്നെ അബൂബക്കർ ഉസ്മാൻ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അലൈഹിം അജ്മഈൻ ഇങ്ങനെ കാലത്തിൽ വേണ്ട ആ 100 വർഷം പിന്നത്തെ 100 വർഷം പിടിക്കും അതിൽ പിന്നത്തെ 100 വർഷം പിടിക്കും 300 വർഷത്തിൽ എനിക്ക് ചാൻസ് ഉണ്ട് നിങ്ങൾ ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിങ്ങൾ ആകതായ ഈ ഈദ് മീലാദ് ഇതുക്കുള്ള പ്രൂഫ് നിങ്ങൾ കൊണ്ടുവരണം ധൈര്യമില്ല ഇത് ഹഠത്തിലേക്ക് ആക്കറോ ദലീലില്ല ദലീലിന്റെ ആക്രമിച്ചു ആക്കറോ